ഐക്യ ജനാധിപത്യ മുന്നണി വിജയം കൈവരിക്കുമെന്നതിൽ യാതൊരു തർക്കവും. അരനൂറ്റാണ്ടിലധികമായി ഈ നിയോജകമണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ചെറിയ ഒരു എതിർപ്പിലെ പാർട്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ നിയോജകമണ്ഡലത്തിൻ്റെ വിഭവങ്ങൾ ഒന്നും ഉപയോഗിക്കാൻ കഴിയാത്ത അരനൂറ്റാണ്ടാണ് ഇവിടെ കടന്നുപോയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മേഖലയാണ് നാദാപുരം നിയോജകമണ്ഡലം. 7 പഞ്ചായത്തുകൾ മലയോര പഞ്ചായത്തുകളാണ്. ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായ കുറ്റ്യാടി തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടെയാണ്. ഇവിടെ കേരോൽപാദന രംഗത്തും അതിൻ്റെ വിപണന രംഗത്തും കർഷകർക്കാവശ്യമായ പദ്ധതികളോ അനുബന്ധ കൃഷികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോ ഈ MLAമാർ ഒരു വസ്തുവും ചെയ്തിട്ടില്ല. ഏറ്റവും നല്ല ടൂറിസം മേഖലയാണ് ഇവിടെ. മലകൾ, കുന്നുകൾ, അരുവികൾ, തോട്, പുഴ, വയനാടിനോട് ചേർന്ന് നിൽക്കുന്ന പ്രകൃതി രമണീയമായ ഈ നിയോജകമണ്ഡലത്തിൽ ഒരു ടൂറിസം പദ്ധതി പോലും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പാശ്ചാത്യ മേഖലയിലാണെങ്കിൽ ഈ മണ്ഡലത്തെ ഒരു യൂണിറ്റായി കണ്ട് കണക്ടിവിറ്റി മാപ്പുണ്ടാക്കി ശാസ്ത്രീയമായ രീതിയിൽ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും MLAമാർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ നിയോജകമണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ ഈ മണ്ഡലത്തെത്തിയപ്പോൾ വയനാട് ചുരത്തിൽ 12 മീറ്ററിൻ്റെ പകരം 10 ചുരുക്കിയിരിക്കുന്നു. അതേപോലെ ഈ നിയോജകമണ്ഡലത്തിൽ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കൂടാതെ പ്രൊഫഷണൽ മേഖലയിൽ ദയനീയ പരാജയമാണ്. ആകെയുള്ളത് നാദാപുരം ഗവൺമെൻറ് ആശുപത്രിയാണ്. ആ ഗവൺമെൻറ് ആശുപത്രിയിൽ 95-ൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് UDF ഭരിച്ച കാലത്തുണ്ട് നേരിയ നേട്ടം ഒഴിച്ചാൽ ഒരു പാക്കേജ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ ആശുപത്രി നൂറുകണക്കിന് ആളുകൾ പ്രസവം നടത്തിയിരുന്ന ആശുപത്രിയായിരുന്നു. ഇവിടെ കിടത്തി ചികിത്സ ആയിരക്കണക്കിന് ആളുകൾ പല ഘട്ടങ്ങളിലായി കിടത്തി